യാസീൻ ഉൽ ഖുർആനിൽ ഹക്കീം. യാസീൻ ചൊന്നിട്ടുണ്ടെങ്കിൽ എന്തൊരർത്ഥ ചൊന്നിട്ടു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേട്ട. ഉൽ ഖുർആനിൽ ഹക്കീം, സത്വപൂർണമുള്ള ഖുർആന്റെ സത്യ അല്ലണ്ടെങ്കിൽ തത്വജ്ഞാനം എന്ന് പറഞ്ഞ് ഖുർആന്റെ സത്യക്കിട്ടായിട്ട് അള്ളാഹു ഒരു വിഷയം ചൊല്ല് അല്ലണ്ടെങ്കിൽ തിരുവനർത്ഥ ചൊല്ല്. ഹക്കീം ചൊന്നിട്ടുണ്ടെങ്കിൽ ഈ ഖുർആാനിക്ക് ഒരു ചേഞ്ചസും പണ്ടില്ല, ഒരു ചേഞ്ചസ് ആക്കണക്ക് ഒരാളെയും കൊണ്ട് സാധ്യമേ ഇല്ല. ഒരാൾക്കും ഇതില് വൈരുദ്ധ്യമായിട്ടും ഒരു വിഷയത്തെയും കാണുക സാധ്യമാവില്ല. അങ്ങനത്തെ ഒരു പരിശുദ്ധമായ ഖുർആന്റെ സത്യക്കിട്ടായിട്ട് അള്ളാഹു നെക്സ്റ്റ് ഒരു വിഷയം ചൊല്ലണക്ക് പോണ്ട്. യഥാർത്ഥത്തിലൂടെ വേറെ ദുനിയാവിൽ വന്ന് ചൊമ്മ ഗ്രന്ഥം വയ്ക്കൂ, അല്ലെങ്കിൽ സയൻസ് അടക്കം വയ്ക്കൂ എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ചേഞ്ചസ് വന്നത്. അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിക്ക് ഒരു ചേഞ്ചസ് പോലും വന്നിട്ടില്ല. അതൊക്കെ നെനപ്പാടു 2010 ജൂലൈ 1-2 പ്രജാവാണികളുടെ പേപ്പറിലെ മുഖപുട്ടത്തില് ഒരു ആർട്ടിക്കൽ വന്നു. അത് ഒരു കാദംബേരികാര ഭൈരപ്പ ചൊല്ലവണ് എഴുതിയൊരു ആർട്ടിക്കൽ ആയിട്ടിക്കല്. അതിലതിൽ ചൊല്ലൊരു വിഷയം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനിമാര് അങ്ങനെ ഗ്രന്ഥത്തില് ചൊമ്മ പരിഷ്കരണം അങ്ങ് കൊമ്പന്നിറാറ്, ചൊമ്മ ചേഞ്ചസ് അങ്ങ വേണം പോലെ കൊമ്പന്നിറാറ്. അതേ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങ മാത്ര അങ്ങനെ ഗ്രന്ഥത്തിൽ ഒരു ചേഞ്ചസും അങ്ങ് കൊമ്പന്നിട്ടില്ല. അങ്ങ ആ പണ്ടത്തെ ഇതിലെ ഉള്ളാറ് ആയെങ്കിൽ ഇതിലെ ചേഞ്ചസ് ആക്കണതിനായിട്ട് ഒരു നായക്കന്മാരും ചൊന്നിട്ടില്ല ചെന്നിട്ടായിട്ടിക്കല് ഓന്റെ അല്പജ്ഞാനത്തെ എടുത്തിട്ടിങ്ങനെ ആ പേപ്പറിലെ ഒരു സന്ദർശനത്തില് അയൽ ചൊല്ലു. യഥാർത്ഥത്തില പരിശുദ്ധ ഖുർആനെ ചെന്തു ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ പരിശുദ്ധമായ ഖുർആൻ ഇതിലെ ചേഞ്ചസ് ആക്കുന്നത് ഒരാളെ കൊണ്ടിട്ടും സാധ്യമല്ല. കാരണം കൊമ്പന്നത് നങ്ങായിട്ടിക്കറ പരിശുദ്ധ ഖുർആന്റെ കടത്തിയാൽമാർ നങ്ങ പടച്ചുറപ്പ് ചൊല്ലി അങ്ങനെ ആയിട്ടിക്കറ്. ഇതൊക്കെ ഒരാളെ കൊണ്ടിട്ടും ഇതിൽ ചേഞ്ചസ് ആക്കുന്നത് സാധ്യമേ ഇല്ല ചെന്നിട്ടായിട്ടിക്കര്. ഖിയാമത്ത് നാളത്തോളം അതിരെ അങ്ങനെമേ ആയിട്ട് നങ്ങ ബാക്കി ബീക്കറ ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ടും ചെന്നു. ഉടനെ നിങ്ങൾ നോക്കൂ, എവിടുത്തോളം ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആന്റെ മുന്നിലായിട്ടിക്കര് ബല ബല സയന്റിസ്റ്റുമാരടക്കം മുട്ടുകുത്തിയ സംഭവമായിട്ടിക്കര് ഞങ്ങളെ മുന്നിൽ കാണുന്നത് സാധ്യമാവിടെ. ലോകത്തിലിപ്പ ഖഗോള ശാസ്ത്രയ്ക്കോ അല്ലെങ്കിൽ ഭൂഗോള ശാസ്ത്രയ്ക്കോ അല്ലെങ്കിൽ ഭൂഗർഭ ശാസ്ത്രയ്ക്കോ അല്ലണ്ടെങ്കിൽ ഭ്രൂണശാസ്ത്രയ്ക്കോ ഏത് ശാസ്ത്രം ഉണ്ടായെങ്കിലും എല്ലാം പരിശുദ്ധ ഖുർആന്റെ കീഴിൽ അടങ്ങിയിട്ടായിട്ടിക്കര് കൂടെ നാം കാണുന്നത് സാധ്യമാവിടെ. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കായിട്ടിക്കര് ചൊമ്മത്തെ സയന്റിസ്റ്റുമാർക്ക് പിന്നെ അങ്ങ് തിങ്കാക്കണോ വന്നിട്ടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണതിനായിട്ട് മോറിസ് ബുക്കെ പോലെ ഉള്ള ആൾമാർ അല്ലണ്ടെങ്കിൽ ജാക്കോസ് വെസ്കോസ് പോലുള്ള സയന്റിസ്റ്റുമാർക്കും അതേപോലെ രാജാ ഗറോഡ് പോലെയുള്ള ആൾമാർക്കും പിന്നെ അങ്ങ് തിങ്കാക്കണോ ചമ്മ ടൈം പിടിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും ആ ഖുർആനിൽ ഇങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് വിഷയത്തെ തുറന്നു നോക്കുമ്പോഴത്തുക യാഥാർത്ഥമായിട്ടും ഖുർആൻ ചെന്ന ഒരു വിഷയം എടുത്തു നോക്കുമ്പോഴത്തേക്കും ഖുർആന്റെ മുന്നിൽ മുട്ടുമടക്കിയതായിട്ട് കാണുന്നത് സാധ്യമാവിടെ. മോറിസ് ബുക്കെ പോലെയുള്ള സയന്റിസ്റ്റ് ഇസ്ലാമിക ആകർഷണത്തിനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ടും ചൊല്ലെ ഭ്രൂണശാസ്ത്രമായിട്ട് ഒരു ഉമ്മയുടെ ബേത്തിലുള്ള കിടാവ് എങ്ങനെ ബലിയാവുടു ചൊല്ലെ ഈ ഒരു കാരണത്തിലായിട്ടിക്കര് മോറിസ് ബുക്കെ പോലെയുള്ള സയന്റിസ്റ്റ് ഇസ്ലാമുകു കടന്നുകൊണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ടും ചൊല്ലൊരു വിഷയമുണ്ട്. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു ഒരു ഉമ്മയുടെ ബേത്തിൽ ഒരു കിടാവ് എങ്ങനെയായിട്ടിക്കര് ബെഞ്ഞു പണ്ടേ ചൊല്ലെ വിഷയ സ്പഷ്ടമായിട്ടും അല്ലാഹു ചൊല്ല. അല്ലാഹു അതിൽ ചൊല്ലെ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. ഒരു ആന്റെ ബീജ ശുക്ല പുറത്തു പറയുമ്പോഴത്തേക്കു 20 കോടിത്തോളം ബീജ ഒരു പെണ്ണിടെ ഗർഭാശയത്തേക്ക് പോകണ്ടു. അതില് കിടാവാവണക്ക് വേണ്ടേ കാല് ഒരു ബീജ മാത്രമായിട്ട് ഇരിക്കരുത് അവിടെ. ആയെങ്കിൽ ആ സുരിസമ്പത്തുകു
ಆಂಡೆ ಬೀಜ ಪೋಂಡದು ಹಿರಿಯ ಕೋಟಿ ತೋಲುಂ ಬೀಜ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ കൊണ്ട് ചെന്നിട്ടായിട്ടിക്കരുത് ഒരു ബീജത്തിൽ മാത്രമായിട്ട് കിടാവ് അവിടെ അങ്ങനെ അള്ളാഹു ചൊല്ല ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة പിന്നെ അള്ളാഹു താല ഈ നുത്ഫത്ത് ഈ ബീജത്തെ അള്ളാഹു എന്താക്കുന്നുണ്ട് അലക്ക ചെന്നിട്ടുണ്ടെങ്കിൽ സ്വാരയുടെ കിട്ടാക്കട ചെന്നിട്ടായിട്ടിക്കരുത് തികനി ചൊല്ലുന്നട്ടും ചൊല്ലു ലീച്ച് ചെന്നിട്ടും ചൊല്ലു സ്വാരയുടെ കിട്ട അള്ളാഹു എന്താക്കട ആക്കട ഈ നുത്ഫത്തിലെ ഈ ഇന്ദ്രിയത്തെ മനിയുടെ ബീജത്തെ സ്വാരയുടെ കിട്ടാക്കട സുമ്മ ഖലഖനൻ നുത്ഫത അലക ഫഖലഖനൽ അലകത മുദ്ഗ പിന്നെ അള്ളാഹു താല ഈ സ്വാരയുടെ കിട്ട എന്താക്കട ചെന്നിട്ടുണ്ടെങ്കിൽ എർച്ചിര കിട്ടാക്കട എർച്ചിര കിട്ട എങ്ങനെ എർച്ചിര കിട്ട സാധാരണ എർച്ചിര കിട്ടല്ല മുള്ളുക ചെന്നിട്ടുണ്ടെങ്കിൽ പച്ച എർച്ചിര മാത്രത്തെ ചൗച്ച ഉണ്ടായെങ്കിൽ എങ്ങനെ നിൽക്കും പച്ച എർച്ചിരത്തെ ചൗക്കിടെ ചൗച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇറച്ചി എങ്ങനെ നിൽക്കും അങ്ങനെ ഇട്ടിക്കര് ചോര പോയിട്ട് ഇറച്ച അവിടെ ഉമ്മയുടെ വേത്തിൽ എന്നിട്ടാ സുമ്മ ഖലഖനൽ അലഖത മുദ്ഗ ഫഖലഖനൽ മുദ്ഗത ഇളാമ പിന്നെ ആ ഇറച്ചി പോയിട്ട് എന്താ അവിടെ വന്നിട്ടുണ്ടാ ഇറച്ചി പോയിട്ട് മുള്ളായിട്ട് എലുബായിട്ട് പണ്ട് ഇറച്ചി പോയിട്ട് പിന്നെ എലുബാവിടെ അസ്ഥി പഞ്ചറാവിടെ ഇത് ഒരു ഉമ്മയുടെ വേത്തിലേക്ക് കിടാവു എങ്ങനെ ബലിയാവിടെ ചൊല്ലതായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ല് അങ്ങനെ എലുബായിൽ പിന്നെ ഖുർആൻ ചൊല്ല് ഫകസൗനൽ ഇളാമ ലഹ്മ ഫകസൗനൽ ഇളാമ ലഹ്മ ചെന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു താല എന്താക്കണമെന്നുണ്ടാ ഈ എലുബുകു ഈ അസ്ഥി പഞ്ചരത്തുക്ക് അള്ളാഹു താല എർച്ചിന് കിട്ടിടെ അതെന്താക്കടെ ഖവറാക്കടെ ചെന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ല് മോരിസ് ബുക്കെ ചൊല്ല് എന്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമായിട്ട് പരിശുദ്ധ ഖുർആനിലുള്ള ഈ ആയത് കാരണം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തിലൂടെ സയൻസ് പഠിപ്പാട്ടി 1748 തോലും കൂടെ സയൻസ് ചെന്നുണ്ടെങ്കിൽ എന്തിനാ ചെന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യ ഉമ്മയുടെ ബാത്തിൽ എങ്ങനെ ബലിയാവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സയൻസ് ചെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ ബാത്തിൽ ഒരു മുട്ടയായിട്ടിക്കര് സാധാരണ ഒരു കോലി വീക്കില് മുട്ട വീക്കില് ആ മുട്ട പോലെ വെളിഞ്ഞിട്ട് അത് ചെല്ലു ബലിയായിട്ട് അത് പിന്നെ പൊടിയാവിടെ അതിൽ പിന്നെ കിടാവ് അവിടെ ചെന്നിട്ടായിട്ടിക്കര് ഒരു കാലത്തില് 1748 പഠിപ്പാട്ടിയെ സയൻസ് ഇതായിട്ടിക്കര് ഉമ്മയുടെ വേത്തിൽ എങ്ങനെ കിടാവു ബലിയാവിടെ ചൊല്ലത് സയൻസ് പഠിപ്പാട്ടി അങ്ങനെ ആയിട്ടിക്കര് അതേ സന്ദർഭത്തിൽ 1748 ഹട്ടിവിക്ക് ചൊല്ലിയ ഒരു വിജ്ഞാനി വന്നിട്ട് അയൽ ചൊന്തുന്തിര ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനല്ല ഉമ്മയുടെ വേത്തില് ഒരു മുട്ട ഉണ്ടാവിടല്ല കോലി മുട്ട വീക്കും പോലെ മുട്ട ഉണ്ടാവിടല്ല പിന്നമ്മ ഈ ആനയുടെ വീര്യത്തില് ഒരു ചെറിയൊരു കിടാവായിട്ട് ഇരിക്കര് ആനയുടെ വീര്യത്തില് ചെറിയൊരു കിടാവിക്കര് ആ കിടാവ് കണ്ണുണ്ട് മൂക്കുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഈ കിടാവ് ഉമ്മയുടെ ബാത്തുക പെണ്ണിയുടെ ബാത്തുക ഇങ്ങനെ പോയിട്ട് അത് വലിയായിട്ട് ഒരു 3 kg ആകുമ്പോഴത്തേക്കായിട്ടിക്കര് ആ കിടാവ് ഇങ്ങനെ 10 ബണ്ടേ ചെന്നിട്ടായിട്ടിക്കര് 1748 തോലും 48 ഹട്ടിവിക്ക് ചൊല്ലിയ വിജ്ഞാനി ചെന്ന പല കഥ ആയിട്ടിക്കര് നിങ്ങൾ നോക്കൂ എവിടത്തോളം ചേഞ്ചസ് കൊണ്ടുവന്നാറുണ്ട് എന്നിട്ടാ അണ്ടത്തെ കാലത്തുള്ള ആൾമാരെതിരെ നമ്പിയാറ് വിശ്വസിച്ചാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉമ്മയുടെ ആണ്ട് ബീജത്തിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കിടാവുണ്ട് ചെന്നിട്ടു നമ്പാണ്ടിക്കൊന്നും സാധ്യമല്ല കാരണം മൈക്രോസ്കോപ്പ് ഒന്നും അണ്ടത്തെ കാലത്തിലില്ല സൂക്ഷ്മമായിട്ടും കാണുമ്പോഴത്തെ അങ്ങനത്തെ ഒരു വ്യവസ്ഥ അണ്ടത്തെ കാലത്തിലില്ല സ്വന്നത് വിശ്വസിച്ചുകൊണ്ടിരുന്നാറ് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് 1800 തോലും 1800 ഇസവി തോലും ഇതേ ആയിട്ടിക്കൊരു വാദ അങ്ങനെ ഇല്ല സയൻസിൽ വാദന്നെ പിന്നെ അങ്ങനെ ചെന്നാറ് അങ്ങനെ അല്ല ഇത് രണ്ടും അല്ല പിന്നെ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിടാവാവനുണ്ടായെങ്കിൽ ഒരു ആണിന്റെ ആവശ്യകത്വമേ ഇല്ല പിന്നെ ഈ പെണ്ണിടെ മെൻസസിന്റെ ചോര ഉണ്ടല്ലേ അത് ബ്ലോക്ക് ആയിട്ട് അതിലെന്താ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ ബാത്തിൽ അത് ബ്ലോക്ക് ആയിട്ട് ഈ ബ്ലോക്കായ തന്നിൽ സാധാരണ തൊന്ത ചെന്നിട്ടു ഒരു ജീവിക്കില്ലേ ഒരു ടയറിൽ മാത്രം തന്നി മാത്രം ബ്ലോക്ക് ആയിട്ട് കുറെ ടൈമിലുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ജീവി ഉണ്ടാവും തൊന്ത ചെന്നിട്ട് സാധാരണ അങ്ങ് ചൊല്ലാം അങ്ങനത്തെ ഒരു ജീവിയായിട്ടിക്കര് ഉമ്മയുടെ ബാത്തിൽ ഉണ്ടാവിടെ ചെന്നിട്ടായിട്ടിക്കര് പിന്നെ ചൊല്ലണത് തുടങ്ങി എപ്പ 1800 തോലും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ 800 പിന്നെ ചൊല്ലിതായിട്ടിക്കര് ഉമ്മയുടെ ബാത്തിൽ ആനയുടെ ആവശ്യമേ ഇല്ല കിടാവാണു എന്തിനേമയ്യാവിടും ഈ ഉമ്മയുടെ ബാത്തിൽ ഉമ്മയുടെ ആ മെൻസസിലെ ചോര അത് പിന്നെ സ്റ്റോക്കായിട്ട് അതിലുണ്ടാവിടെ ഒരു ജീവിയായിട്ടിക്കര് തൊന്ത പോലത്തത് അതിലായിട്ടിക്കര് കിടാവ് അവിടെ ചെന്നിട്ടും ഇങ്ങനെയും വാദിക്കൊനക്ക് തുടങ്ങിയാറ് ആയെങ്കിൽ ഇതെല്ലാം ഇക്കുമ്പത്തുക 1800 ആ ഒരു സന്ദർഭത്തിലായിട്ടിക്കര് മോരിസ് ബുക്കെ പോലെയുള്ള 1976 1976
ഫ്രഞ്ചിലെ സർജനായിട്ട് മോറിസ് ബുക്കെ ചൊല്ല ആള് ഇയാള് ഒരു ബുക്ക് എഴുതിയിട്ട് ദ ഖുർആൻ ബൈബിൾ ആൻഡ് സയൻസ് എന്നിട്ട് ഒരു ബുക്ക് ഇതില് ബൈബിൾ ചൊല്ലെ തപ്പുങ്ങവും ഖുർആൻ പഠിപ്പാട്ടെ സയൻസും അതേപോലെ എന്തെല്ലാം സയൻസ് ഉണ്ട് എല്ലാം ഒരു പുസ്തകം എഴുതിയിട്ട് അയാളെന്താക്കി തോന്നുന്നുണ്ട എല്ലാ വിജ്ഞാനിമാരെ മുന്നോലു ഈലെടുത്ത് വെച്ചിട്ട് നോക്കുമ്പോത്തുക എല്ലാ വിജ്ഞാനിമാരും ഈ പരിശുദ്ധമായ ഖുർആന്റെ മുന്നോലു അമ്പരന്നിട്ടങ്ങ് നിന്നുപോയാറ്. കാരണം ഞങ്ങ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെന്ന് എല്ലാ വാദവും പൊല്ലിത്തല്ലേ ചെന്നിട്ടും എല്ലാ വിജ്ഞാനിമാരും കണ്ണു തുറന്നാറപ്പം. മാത്രല്ല കൂട്ടത്തില് ഒരു വിഷയ ചൊല്ലണം ഞങ്ങൾ മറക്കണ കുത്തിയറാം. ഡോക്ടർ കെയ്ത്തൽ മോർ ചൊന്നിട്ടെങ്കിൽ കാനഡത്തെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിട്ടിക്കര് ഭൂഗോളശാസ്ത്ര പ്രൊഫസറായിട്ടിക്കര് ഇയാള് ഒരു ബുക്ക് എഴുതര് ഞാനാ ചൊന്നിട്ടെങ്കിൽ ദ ഡെവലപ്പിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്നിട്ടു ഒരു ഉമ്മയുടെ ബേത്തില് കിടാവ് എങ്ങനെ ബലിയാവിടെ ചൊല്ലൊരു പുസ്തകം എഴുതര്. അതിലയാല് ഈ പുസ്തകം എഴുതിയ കാരണത്തില് ചൊമ്മ പ്രശസ്തി അതിൽ കിട്ടി. കാരണം ഉമ്മയുടെ ബേത്തില് കിടാവ് എങ്ങനെ ബലിയാവിടെ ചൊല്ല വിഷയത്തിൽ എഴുതിയ പുസ്തക ചൊമ്മ പ്രശസ്തി അതിൽ കിട്ടി. അങ്ങനെ ഈ ബുക്ക് റീപ്രിന്റ് ആക്കുന്ന സന്ദർഭത്തിൽ അയ്യല് ചൊമ്മത്തിൽ തിരിച്ചു ചൊമ്മ വിഷയത്തെ അയാൾ തിരിച്ചിട്ട് കാരണം എന്താ ചൊന്നുണ്ടെങ്കിൽ അയാള് ചൊന്തു മനുഷ്യരുടെ ബലവണിಗೆ ഖുർആൻ ചൊന്നതായിട്ടിക്ക് സത്യ ഖുർആൻ എന്തിനെ പഠിപ്പാട്ടിത്ത് ഖുർആൻ എങ്ങനെയായിട്ടിക്കര് ബലിഞ്ഞിര് ബലയിടെ ചൊല്ല് അതായിട്ടിക്കര് സത്യമായിട്ട് കൂടെ സയൻസ് ചൊല്ലും പോലുമേ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഇത് യഥാർത്ഥമായ ബലവണിക അല്ലേ അല്ല ഖുർആൻ എന്തിനെ ചൊല്ല അതായിട്ടിക്കര് കറക്റ്റ് ആയിട്ടുള്ള വാദ ചൊന്നിട്ടു അയൽ ചൊല്ലിട്ടു. എന്നിട്ട് 1980 ചൊല്ല് നന്റെ ഏറ്റവും അതിശയമായ ഒരു വിഷയം എന്തിനാണെങ്കിലും സൂറത്തുൽ മുഅ്മിനൂനിൽ നാം ഓതില്ലേ ഫകസൗനൽ ഇളാമ ലഹ്മ ഞങ്ങ ഈ എർച്ചിരായിട്ടിക്കര് എർച്ചിരെന്തിരാക്കടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങ എലുബാക്കട ചെന്നിട്ടായിട്ടിക്കര് അള്ളാഹു തന്നെ എർച്ചിരെ എലുബാക്കടാണ്ട് അണ്ട് തോലും സയൻസ് ചെന്നോട്ടിന് എന്തിനു ചെന്നിട്ടുണ്ടെങ്കിൽ എർച്ചിരെ എലുബാക്കടാണ്ടല്ല പിന്നെ എർച്ചിരെ ഉൽഗത്തായിട്ടിക്കര് എലുബ് ബണ്ട് എർച്ചിരെ ഉൽഗത്തായിട്ടിക്കര് എലുബണ്ട് ഖുർആൻ എന്തിനു ചെന്നു ഈ എർച്ചിരെ എലുബാക്കിയിട്ട് അതിൽ പിന്നായിട്ടിക്കര് അള്ളാഹു എന്താക്കടെ ಅದಕ್ಕೆ കവറാക്കടെ എന്തിരുത്തെ എർച്ചിരെ കവറാക്കടെ ചെന്നിട്ടായിട്ടിക്കര് ഖുർആൻ ചൊല്ല് ഈ ഹാർട്ട് വീക്ക് പിന്നെ ഈ കെയ്ത്തൽ മോർ ചൊല്ല് ഈ ചൊല്ല് 1800 നക്ക് ഈ വിഷയം കൊണ്ടവിടെ 1800 അയാൾ ഈ വിഷയം ചെന്നിട്ടു അയാളൊരു ബുക്ക് എഴുതര് ദ ഡെവലപ്പിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ചൊല്ലെ ബുക്ക് എഴുതിട്ട് ഇതിനെ സവിസ്താരമായിട്ടും അയാൾ ചൊല്ലു നന്റെ ഏറ്റവും അതിശയമാക്കിയ പരിശുദ്ധമായ ഖുർആനായിട്ടിക്കര് ഇറ്റ് ഹാസ് ബീൻ എ ഗ്രേറ്റ് പ്ലഷർ for me to help clarify statements of the Quran about human development. ഒരു മനുഷ്യരുടെ അഭിവൃദ്ധി ഖുർആൻ ചെന്നത് നക്ക് ചൊമ്മ നന്റെ ജീവിതത്തിൽ ചേഞ്ചസ് നക്ക് ചൊമ്മ സന്തോഷകരമായ ഒരു വിഷയമായിട്ടിക്കര് അതോടുകൂടി ഞാൻ അർത്ഥാക്കിയ ഇറ്റ് ഈസ് എ ക്ലിയർ ടു മീ ദാറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഹാവ് കം ടു മുഹമ്മദ് ഫ്രം ഗോഡ്. ഇതോടുകൂടി ഞാൻ അർത്ഥാക്കിയ മുഹമ്മദ് ചൊല്ല ഈ പ്രവാചകൻ ഇത് അള്ളാഹു കടത്തിയ ഒരു പ്രവാചകനായിട്ടിക്കര് ചെന്നിട്ടു നക്ക് ചൊമ്മ അർത്ഥായിട്ട് എന്നിട്ട് ചൊല്ലു this proves to me that Muhammad must have been a messenger of God. ഇതോടുകൂടി ഞാൻ അർത്ഥാക്കിയ മുഹമ്മദ് അത് ഗോഡ് മെസ്സഞ്ചർ ആയിട്ടിക്കര് അർത്ഥാക്കിയ കാരണം മൈക്രോസ്കോപ്പ് പോലും ഇല്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് നബി ഇതിനെല്ലാം സ്പഷ്ടമായിട്ടും ചൊന്തല്ലേ ചെന്നിട്ടു ഈ ഹാർട്ട് വീക്സുകളുടെ പിന്നെ കെയ്ത്തൽ മോർസുകളുടെ കാനഡത്തെ പ്രൊഫസറായിട്ടിക്കര് ഭ്രൂണശാസ്ത്രത്തിൽ പ്രൊഫസറായിട്ടിക്കര് ഇയാള് ഈ വിഷയ സ്പഷ്ടമായിട്ടും ചൊല്ലേണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മാത്രമല്ല ഒരു ഉദാഹരണം മാത്രമായിട്ട് ചൊല്ലുക ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് ഞാൻ നാളെ ചൊല്ലുക. ഇങ്ങനെ എല്ലാ സയന്റിസ്റ്റുമാരും ഖുർആന്റെ ബാക്കിൽ ബന്ധമല്ലാണ്ട് ഖുർആൻ സയന്റിസ്റ്റുമാരുടെ ബാക്കിൽ പോയിട്ടില്ല അതായിട്ടിക്കര് ഖുർആനുള്ള പവർ അതായിട്ടിക്കര് ഉൽ ഖുർആനിൽ ഹക്കീം തത്വജ്ഞാനമുള്ള പരിശുദ്ധമായ ഖുർആന്റെ സബ്ജക്റ്റായിട്ടിക്കര് അള്ളാഹു ചൊല്ലുക ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളെ ചൊല്ലുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആന്റെ ധാരാളം വിഷയം പഠിക്കണം അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.